രണ്ടാമത്തെ മുൻഗണന എന്ന് പറയുന്നത്, പ്രയോറിറ്റി എന്ന് പറയുന്നത് സുരക്ഷിതത്വ സംസ്കാരം. ഇപ്പോൾ കേരളത്തിൽ സുരക്ഷിതത്വമുണ്ടോ? നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്താണ് അക്രമികൾ വന്ന് ആക്രമിക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ കയറി കൈവെട്ടുന്നത്, തല വെട്ടുന്നത്, കഴുത്ത് വെട്ടുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും ആക്രമിക്കുന്ന ഒരു 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 കാര്യത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. സുരക്ഷിതത്വം അത് സ്ത്രീകൾക്ക് കൂടുതൽ വേണം. എന്നാലേ അവർ ഏതെങ്കിലും ഒരു പുറത്തേക്ക് പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവർക്ക് ആ ഒരു മനോഭാവത്തിലേക്ക് മാറത്തുള്ളൂ. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തുറിച്ചു നോട്ടം, അതൊരു ആക്രമണ സ്വഭാവം തന്നെയാണ്. അതുപോലെ അവരെ പല വിധത്തിൽ ആക്രമിക്കുക, അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന വിധത്തിലുള്ള ഈ തുറിച്ചുനോട്ടമൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യരുടെ ആക്രമണവും അല്ലെങ്കിൽ ഈ ഭീഷണികളും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു വശത്ത്, അതുപോലെ സിറ്റിയിൽ തന്നെ പാമ്പിൽ നിന്ന് ഉള്ള സുരക്ഷിതത്വം ആവശ്യമുണ്ട്. കാരണം പല നഗരങ്ങളിലും കാട് പിടിച്ച് പല പല സ്ഥലങ്ങൾ കിടക്കുകയും അത് പാമ്പിൻ്റെ താവളമായിട്ട് മാറുകയും ആ പാമ്പ് പല വീടുകളിലേക്കും വരികയും വഴി നടക്കുന്നവരെയും വീട്ടിൽ മുറ്റത്തിറങ്ങുന്നവരെയൊക്കെ കടിക്കുന്ന അവസ്ഥയൊക്കെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ഡിവിഷനിൽ അവിടുത്തെ ഒരു വല്യമ്മ പറയുകയാണ്, 2 മൂർക്കം പാമ്പ് കഴിഞ്ഞ ആഴ്ച മുറ്റത്ത് വന്നു എന്നുള്ളത്. സിറ്റിയുടെ താമസിക്കുന്ന, അവിടെ 11ാം ഡിവിഷനിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയാണ് പറഞ്ഞത്. പ്രായമായി 80 വയസ്സുള്ള സ്ത്രീയാണ്, അവരുടെ വീട്ടിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ മൂർക്കം പാമ്പാണ് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അടുത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ അവിടെ മുള്ളംപന്നി അവിടെ വന്നിരിക്കുന്നു, കാട്ടുപന്നി വരുന്നു. സിറ്റിയിൽ തന്നെ ഇങ്ങനത്തെ വന്യമൃഗങ്ങൾ വരുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലായിരിക്കുന്നു. ഈ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് വന്യജീവി ആക്രമണം ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയിലാണെങ്കിലും സിറ്റിയിൽ വരെ വന്യജീവികളായ ഈ കൊടും വിഷമുള്ള പാമ്പുകളും മുള്ളംപന്നിയും കാട്ടുപന്നിയും ഒക്കെ ധാരാളമായിട്ട് വന്നു തുടങ്ങി എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവണം.